ഏലപ്പാറയിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിനായി നിർമ്മിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ തൊഴിലാളി വർഗ കർഷക ജനമുന്നേറ്റ പോരാട്ടങ്ങൾക്ക് രൂപം നൽകുന്ന പ്രധാന കേന്ദ്രമായി ഈ സ്മാരക മന്ദിരം മാറുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് അഞ്ചെണ്ണത്തിന്റെ കയ്യിലാണ് ഈ ഇന്ത്യയുടെ ആകെയുള്ള സമ്പത്തിന്റെ എത്ര 20% സമ്പത്ത്. പിന്നെ 1% കയ്യിൽ എത്ര എന്ന് പറയുന്നുണ്ടോ? സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും അവരുടെ കയ്യിലാണ്. ജനസംഖ്യയുടെ 5% കയ്യിൽ 50% കയ്യിൽ നമ്മളെല്ലാം കൂടുന്ന 50% കയ്യിലുള്ള സമ്പത്ത് 3%. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം കൂടി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന 50%-ലധികം വരുന്ന മനുഷ്യർക്ക് ആകെയുള്ള സമ്പത്തിന്റെ 3% നമുക്കും ബാക്കിയെല്ലാം ഇന്ത്യയിലെ വൻകിട മുതലാളിമാർക്ക് കോർപ്പറേറ്റുകൾക്ക് സമ്പാദിച്ചു കൂട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് പഴയ കോൺഗ്രസിന്റെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ BJPയുടെ ഗവൺമെന്റ്. അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത് രണ്ടാം തരമാണ്. ഒന്നാം തരം ഇന്ത്യയിലെ കുത്തക മുതലാളിമാരെ വളർത്തിയെടുക്കുക, ഭൂപ്രഭുക്കന്മാരെ നിലനിർത്തുക, സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികളെ ഒരേപോലെ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനുപരിയായി അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അവരോടൊപ്പം നിൽക്കുക. ഏലപ്പാറ കാർഷിക ഗ്രാമവികസന ബാങ്കിന് സമീപം പാട്ടി വാങ്ങിയ 12 സെന്റ് സ്ഥലത്താണ് മന്ദിരം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം KT ബിനു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM മണി, KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ, ഏരിയ സെക്രട്ടറി MD സജി എന്നിവർ സംസാരിച്ചു. ഏലപ്പാറ ഏരിയയിലെ വളങ്കോട്, ഉപ്പുതറ, പശുപ്പാറ, ചീന്തലാർ, പുള്ളിക്കാനം, വാഗമൺ, കൊക്കയാർ, ഏന്തയാർ, പെരുവന്താനം, 35-ാം മൈൽ, ഏലപ്പാറ എന്നീ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരും അനുഭാവികളും വിവിധ കമ്മിറ്റി അംഗങ്ങളും ഇടതു സഹയാത്രികരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.